നിങ്ങൾ ഇന്നെങ്ങാനും അതിലില്ലോ ഒന്ന് പറയോ? ഞാനേ ഇത് തിന്നോന്നല്ലേ നോക്കട്ടെ. എനിക്കിത് കഴിഞ്ഞിട്ട് വേണം ആ കുടുംബശ്രീയിലെ കുപ്പിയില് വെള്ളം നിറക്കൽ നോക്കാൻ. എന്നാ അസർപ്പ് 510. ആ സർപ്പ് ആദ്യാരാ നിങ്ങളൊപ്പം കളിച്ചാൽ വന്ന എന്നെ പറഞ്ഞാ മതി. എന്തോന്ന് ആഡ് ചെയ്ത് പൂരിപ്പറമ്പിലിക്കാത്ത കളിപ്പാട്ടങ്ങളും കളിപ്പാട്ടങ്ങളാണെന്നുണ്ടെങ്കിൽ വിറ്റേലും പോയി. ഇതിപ്പോ എന്താ കാട്ടാനാ? ഓ പറഞ്ഞ രണ്ടെണ്ണം ഒരു പണിക്കും പോകാതെ തെണ്ടി തിരിഞ്ഞ് നടക്കാണ്. എന്തേ ഇപ്പൊ പതിവില്ലാതെ രണ്ടാളും നേരത്തെ? രാവിലെ പോണ വരെ ഇത് ഞങ്ങളെയും പാടെ പെരേല്. രണ്ടാളും തിരക്കിലല്ലാന്ന് ഞാൻ ചോർന്ന് വിളമ്പി തരും. ചോറ് തന്തോടെ ഇരുന്ന് നിൽക്കണല്ലോ. അന്നല്ല മുട്ടി എന്റെ കൊണച്ച കെട്ടിയനെയാണ്. വല്യമ്മ അങ്ങോട്ട് വന്നാനി ഞാൻ പറഞ്ഞപ്പത് മമ്മ വല്യമ്മ നോമ്പെടുത്ത് കഴിഞ്ഞാൽ വല്യമ്മ അല്ലാതെ മാറുന്നുണ്ട്. അതുകൊണ്ട് എടുക്കട്ടെ ഒരു ഗ്ലാസ് നാരങ്ങളും. എന്നാ മേടിച്ചു. ഇപ്പൊ എങ്ങനെയുണ്ട്? ഇപ്പൊ കുഴപ്പമില്ല. ഇന്നാലേ ഞാൻ ചോറ് വിളമ്പി തരും. അപ്പൊ എന്നോടല്ലേ അറിഞ്ഞൂടെ ചോറില്ലാന്ന്? ഇപ്പൊ എങ്ങനെയുണ്ട്? വല്ല മാറ്റണ്ടോ? ആ മാറ്റണ്ട്. ഇനി ഞാൻ പറയാൻ പോണ കാര്യം മമ്മ ശ്രദ്ധിച്ച് കേൾക്കണം. ഇവിടെ ഇരിക്കും. ആ എന്താണാവോ? ഞങ്ങള് മാത്രം ഇപ്പൊ പണിയെടുത്തോണ്ടൊന്നും ഒരു കാര്യമില്ല. നിങ്ങളെ ഇറങ്ങണതൊക്കെ ഈ മുട്ടുകാരോണ്ട് ഊരോണ്ട് വെച്ചാത്ത ഞങ്ങൾ എന്ത് ചെയ്യാനാ? അതിന് ഓട്ട മത്സരത്തിന് പോകാനല്ല ഇപ്പൊ നിങ്ങളോട് പറഞ്ഞത്. ഇത് പെരിയിലിരുന്ന് ഉമ്മാക്കും അമ്മക്കും ചെയ്യാൻ പറ്റുന്ന പരിപാടിയാണ്. പിന്നെ ഇത് ഗവൺമെന്റ് അപ്രൂവ്ഡ് കമ്പനിയാണ്. വലിയ ക്വാളിഫിക്കേഷന്റെ ആവശ്യമല്ല. അത്യാവശ്യം കുറച്ച് മൊബൈൽ ഫോൺ യൂസ് ചെയ്യാറുണ്ടാ മതി. അപ്പൊ ഇതിന് പ്രായത്തിന്റെ പരിധിയൊന്നുമില്ല. ആ 18 വയസ്സിന് മുകളിൽ കാണും. ഞാൻ എന്റെ മൂത്താ കൂടി ഞാൻ തന്നാ കാണാം. ആ എന്ത് വല്യമ്മക്ക് 18 ആയിട്ടില്ലേ? 18 വയസ്സൊക്കെ 4-5 വട്ടം. പിന്നെ എന്റെ വല്യമ്മ പ്രശ്നം ഓലെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടി ഓലെ വാട്സാപ്പ് നമ്പർ ഞാൻ അടി കൊടുക്കുന്നുണ്ട്. എന്തേലും ഉണ്ടെന്നുണ്ടെങ്കിൽ അയക്കണ മെസ്സേജ് അയച്ചാൽ മതി. ഫുള്ള് ഡീറ്റെയിൽസ് പോലും പറഞ്ഞു. ഇപ്പഴാക്കി ഇങ്ങോട്ട് പറയണേ. ഞാൻ തന്നെ ഇന്ന് രാവിലെ ഇപ്പൊ പറഞ്ഞത്. പടച്ചോനെ 2 മണ്ട പോയ തെങ്ങിനല്ല 5 മാർക്ക് കിട്ടിയത്.